അപ്പോൾ ഈ മറവി രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന അവസ്ഥ, അതിൻ്റെ കുടുംബ പാരമ്പര്യമൊക്കെ ഉള്ള വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ മറവി രോഗം പ്രത്യക്ഷപ്പെടുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ ചില പ്രാരംഭ സൂചനകൾ നമുക്ക് ലഭിച്ചേക്കാം. അതൊരുപക്ഷെ നേരിയ തോതിലുള്ള ചില മറവി ലക്ഷണങ്ങൾ, അതൊരു മറവി രോഗമെന്നൊന്നും പറഞ്ഞുകൂടാ, പക്ഷേ സാധാരണയിൽ കൂടുതലായിട്ട് മറന്നു പോകുന്നു, സാധനങ്ങൾ വെച്ച് മറന്നു പോകുന്നു, ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഏകാഗ്രത കുറയുന്നു, ഇങ്ങനത്തെ ചില അവ്യക്തമായ ചില ലക്ഷണങ്ങൾ പ്രകടമാകാം. ഇതിനെ മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ MCI എന്ന് പറയാറുണ്ട്. ചില വ്യക്തികളിൽ ഈ MCI എന്ന് പറയുന്ന മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് വരുന്നതിനും വളരെ കാലങ്ങൾക്ക് മുൻപ്, മാസങ്ങളോ വർഷങ്ങൾക്കോ മുമ്പ് തന്നെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ വരും. അത് ചിലപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യമായിട്ടായിരിക്കാം, സങ്കടമായിട്ടായിരിക്കാം, ഇതുവരെ പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള ടെൻഷൻ ലക്ഷണങ്ങളായിട്ടായിരിക്കാം, ആൾക്കാരുടെ ഇടപെടാനുള്ള വിമുഖതയായിട്ടായിരിക്കാം, ചെയ്ത കാര്യം ശരിയായിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ രൂപത്തിലായിരിക്കാം, പല രൂപത്തിൽ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു അവസ്ഥയെ മൈൽഡ് ബിഹേവിയറൽ ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ MBI എന്ന് പറയാറുണ്ട്.